ആര്യങ്കാവ് രാജാക്കൂപ്പ് കാണാൻ പോയ 2 യുവാക്കൾ വഴിതെറ്റി വനത്തിൽ കുടുങ്ങി. ഒടുവിൽ രക്ഷയില്ലാതെ വന്നതോടെ പോലീസിന്റെ സഹായം തേടി. പിന്നാലെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് യുവാക്കളെ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളായ യുവാക്കൾ പുലർച്ചെ 4:30 കൊല്ലത്ത് നിന്നും യാത്ര തിരിച്ചു. 7:30 രാജാക്കൂപ്പിലേക്ക് പോയി. എന്നാൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്നാണ് യുവാക്കൾക്ക് വഴിതെറ്റിയത്. തങ്ങൾക്ക് വഴിതെറ്റിയെന്ന് മനസ്സിലാക്കിയ യുവാക്കൾ പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. പിന്നാലെ പോലീസ് ആര്യങ്കാവ് റേഞ്ച് ഓഫീസിന് വിവരം കൈമാറുകയായിരുന്നു. തുടർന്ന് വനം വകുപ്പ് യുവാക്കളെ ഫോണിലൂടെ ബന്ധപ്പെട്ട് സുരക്ഷിതമായി ഇരിക്കാൻ പറഞ്ഞതിനു ശേഷം തിരച്ചിൽ ആരംഭിച്ചു. വനത്തിൽ കുടുങ്ങിയ യുവാക്കളെ കണ്ടെത്തുന്നതിനായി ലൊക്കേഷൻ അയച്ചു നൽകാൻ അധികൃതർ ആവശ്യപ്പെട്ടെങ്കിലും ഇന്റർനെറ്റ് പരിധിയുള്ള പ്രദേശമായതിനാൽ യുവാക്കൾക്ക് ആദ്യം ഒന്ന് ബുദ്ധിമുട്ടി. എന്നാൽ മറ്റൊരിടത്തേക്ക് മാറിയ യുവാക്കൾ ലൊക്കേഷൻ അയച്ചു നൽകുകയും ചെയ്തു. ഇവർ നൽകിയ സ്ഥലത്ത് യുവാക്കളെ കണ്ടെത്താൻ കഴിയാത്തത് ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ മറ്റൊരു പാതയിൽ അഭയം തേടിയിരുന്ന ഇവരെ ഉച്ചയോടെ കണ്ടെത്തി വൈകുന്നേരം 4:30 വനത്തിന് പുറത്തെത്തിച്ചു. വനംവകുപ്പ് എത്തി രക്ഷിച്ച ഇവർക്കെതിരെ കേസെടുത്തില്ലെങ്കിലും അനധികൃതമായി കാട് കയറിയതിന് ഇമ്പോസിഷൻ ശിക്ഷയായി നൽകി. യൂട്യൂബിലെ വീഡിയോ കണ്ടാണ് യുവാക്കൾ മല കയറിയതെന്ന് അറിയിച്ചതിനെ തുടർന്ന് യൂട്യൂബ് ചാനലിനെതിരെ കേസെടുക്കുന്നത് ആലോചിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. രാജാക്കൂപ്പിലേക്ക് കയറരുതെന്ന് വനംവകുപ്പിന്റെ മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിട്ടുള്ളതിനെ അവഗണിച്ചാണ് ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. കടുവയും കരടിയും അടക്കമുള്ള വന്യമൃഗങ്ങളുള്ള വനമേഖലയാണ് രാജാക്കൂപ്പ്.